വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. കൂത്തുപറമ്പ് പഴയനിരത്ത് ശ്രീനാരായണ മഠത്തിനു സമീപത്തെ ദേരത്ത് മുഹമ്മദിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വീടിന്റെ മുകൾ നിലയിലും താഴെയും വീട്ടുകാർ കിടന്നുറങ്ങുന്നതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പുകയിൽ അകപ്പെട്ടുപോയി ഗർഭിണി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ അയൽക്കാർ ഓടിയെത്തി ഏണിച്ചാരി സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. വീട്ടുപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. മുഹമ്മദും മകനും വീടിന്റെ താഴത്തെ നിലയിലും ഭാര്യയും 2 മക്കളും മകളുടെ ഭർത്താവും മുകളിലത്തെ നിലയിലുമായിരുന്നു കിടന്നിരുന്നത്. പെട്ടെന്ന് ശബ്ദം കേട്ട് മുഹമ്മദ് ഹാളിലെത്തി നോക്കിയപ്പോൾ ഹാൾ മുഴുവൻ തീ പടർന്ന നിലയിലും ഇരുണ്ട പുകയാൽ മൂടിയ നിലയിലുമായിരുന്നു. ഉടനടി മുഹമ്മദ് അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് മാറ്റിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മുകളിലത്തെ നിലയിൽ കിടന്നിരുന്ന ഭാര്യയെയും മക്കളെയും ഏണിവച്ച് അതിസാഹസികമായാണ് മുകളിലത്തെ നിലയിൽ നിന്നും താഴെ ഇറക്കിയത്. മക്കളിൽ ഒരാൾ ഗർഭിണിയുമായിരുന്നു. മുഹമ്മദിന്റെ ശബ്ദം കേട്ട് വീട്ടിലെത്തിയ അയൽവാസി സി പ്രിയേഷിന്റെ സഹായത്തോടെയാണ് കുടുംബാംഗങ്ങളെ താഴെ ഇറക്കിയത്. തുടർന്ന് കൂത്തുപറമ്പ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് കുടുംബനാഥനായ മുഹമ്മദിന് പറയാനുള്ളത് ഇങ്ങനെ: 2:15 ടൈമിനാണ് തീപിടുത്തം വന്നത്. ആരുമില്ല. ഞാനും എൻ്റെ മകനും ഒരു റൂമിലും ഭാര്യയും മക്കളും മേൽഭാഗത്താണ് കിടന്നുറങ്ങുന്നത്. ഈ തീ പെട്ടെന്ന് എനിക്കെന്തൊരു ഉണർവ് വന്ന് അങ്ങനെ ഞാൻ ഉണർന്ന് ഞാൻ കാണുന്നത് കംപ്ലീറ്റ് തീയും കട്ട പുകയും. ശ്വസിക്കാൻ കഴിയുന്നില്ല. സ്റ്റെയർ കേസ് ഭാഗത്തും കയറാനും കഴിയില്ല. എല്ലാം കൊണ്ടും ഞാൻ സ്വീപ്പായി. പെട്ടെന്ന് എനിക്കൊരു തലയോടി. ഞാൻ ആ വർക്ക് ഏരിയ തുറന്നു. ഗ്യാസ് കുറ്റി എങ്ങനെ ഓഫാക്കിയിട്ട് ഞാൻ പുറത്ത് തള്ളി. അങ്ങനെ കൂടെ എൻ്റെ അയൽവാസി മനീഷൻ എങ്ങനെയല്ലോ പെട്ടെന്ന് വന്ന് ഒരു ഏണി സംഘടിപ്പിച്ചു. അതിന് മുകളിൽ വെച്ച് നമ്മൾ ഈ മക്കളെയും ഭാര്യനെയും കുടുംബത്തിനെ എല്ലാം തട്ടാണ്ട് മുട്ടാണ്ട് സ്റ്റെയർ കേസ് ഭാഗത്തേക്ക് കൂടി ഇറക്കി. ഹോള് കംപ്ലീറ്റ് തകർന്നു പോയി. തീ കത്തിയിട്ട് പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് ഓടി വരിക. അപ്പോൾ തീയാന്ന് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ എണി വെച്ച് കുട്ടികളെല്ലാം മെല്ലെ ഇറക്കിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അപ്പോൾ ഇങ്ങനെ നാട്ടുകാരെല്ലാം എത്തിന്. അപ്പോൾ എല്ലാവരും എത്തി. തീ കെടുത്തി കുറച്ച്. അപ്പോൾ ഫയർ സർവീസിനെ വിളിച്ച് അവരും വന്ന് തീയെല്ലാം കെടുത്തി. തീപിടുത്തത്തിൽ ഇൻവെർട്ടർ, ഫാൻ, വയറിംഗ്, വീട്ടുപകരണങ്ങൾ എന്നിവ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ചുമരിനും കോൺക്രീറ്റിനും ടൈൽസിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞ് നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.